അപ്പൊ നമ്മളിങ്ങനെ കുറെ കാലം മുൻപ് പറഞ്ഞു തുടങ്ങി, ഒരുപാട് ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. നമ്മളിത് എപ്പോൾ തുടങ്ങും മുർത്തദ് സെന്റർ എന്ന് പ്രഖ്യാപിച്ചതിന്റെ പിന്നാലെയാണ് ഇവിടുത്തെ ചില സലഫികൾക്ക് ഹാലിളകിയതും ചാനൽ പൂട്ടിക്കാനുള്ള ശ്രമം തുടങ്ങിയതും. കൃത്യമായിട്ട് പറഞ്ഞാൽ ഡിസംബർ 30-നാണ്, 29-30-നാണ് നമ്മളൊരു ലൈവിൽ മുർത്തദ് സെന്റർ നമ്മൾ തുടങ്ങാൻ പോകുന്നു. മുജാഹിദ് സെന്ററൊക്കെ പോലെ സുന്നി സെന്റർ ഉണ്ട്, മുജാഹിദ് സെന്റർ ഉണ്ട്, ആ സെന്റർ ഈ സെന്റർ ഒക്കെ ഉള്ളത് പോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനത്തെ ഒരു ചട്ടക്കൂടിലേക്ക് ഒതുക്കി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് ഇതിനെ രൂപപ്പെടുത്തണം. ഒരു വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു 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 ചട്ടക്കൂടും ഒരു സ്ഥാപനവും അതുമായി ബന്ധപ്പെട്ട ചില പരിപാടികളും ഒക്കെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചില സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് മുർത്തദ് സെന്റർ എന്നൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ് എന്ന് നമ്മൾ പ്രഖ്യാപിച്ചത് ഡിസംബർ 29-നോ 30-നോ ആണ്. അതിൻ്റെ അന്ന് രാത്രി മുതലാണ് എൻ്റെ ചാനലിനെതിരെ വ്യാപകമായിട്ടുള്ള അറ്റാക്ക് നടക്കുകയും ഡിസംബർ 31, 1, 2 തീയതികളിൽ നടന്ന സംഘടിതമായിട്ടുള്ള കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വഴി എൻ്റെ ചാനലിനെ ജനുവരി 8-ാം തീയതിയോ 7-ാം തീയതിയോ ചാനൽ ടെർമിനേറ്റ് ആവുന്നു. അതിനുശേഷം നമ്മൾ ഒരു മാസത്തോളം നീണ്ട പോരാട്ടത്തിനൊടുവിൽ ചാനൽ തിരിച്ചു പിടിച്ചു. ഹൈക്കോടതിയിൽ ഒരു ഭാഗത്ത് കേസ് നടക്കുന്നുണ്ട്, ചാനൽ തിരിച്ചു കിട്ടിയെങ്കിലും ഇത്തരം എന്താ പറയുക, ഞാഞ്ഞൂലുകളുടെ ഓലപ്പീപ്പി കൊണ്ട് ആളുകളുടെ ചാനൽ തകർത്ത് കളയാനുള്ള യൂട്യൂബിൻ്റെ അനിയന്ത്രിതമായിട്ടുള്ള അവകാശത്തിനെതിരെ നമ്മൾ നിയമ പോരാട്ടം നടക്കുന്നുണ്ട്. അത് ഹൈക്കോടതിയിൽ റിട്ട് നമ്മൾ കൊടുക്കുകയും അത് ഫയലിൽ സ്വീകരിക്കുകയും പിന്നീട് അതിൻ്റെ സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ മാനിച്ചുകൊണ്ട് അത് ഡൽഹി ഹൈക്കോടതിയിലേക്ക് മാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത്തരം കേസുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിനൊപ്പം അതിനുശേഷം അപ്പോൾ ആ ചാനൽ പൂട്ടിക്കൽ ശ്രമം പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് എൻ്റെ ചാനൽ പൂട്ടണം എന്ന് മാത്രമല്ല, ലിയാഖത്ത് ഇനി ഒരിക്കലും യൂട്യൂബിൽ ചാനൽ തുടങ്ങുകയും വിമർശനം നടത്തുകയും അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുകയും ചെയ്യുന്നത് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സിവിൽ കോടതിയിൽ കേസ് നടക്കുന്നത്. അപ്പോൾ അതും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഡിസംബറിൽ ഇങ്ങനൊരു സംഭവം പ്രഖ്യാപിച്ച ഒരു മുർത്തദ് സെന്ററായിട്ട് നമ്മൾ തുടങ്ങുമെന്ന് പ്രഖ്യാപിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്ന സമയത്തുണ്ടായിട്ടുള്ള ചില തടസ്സങ്ങളും ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിനെ മറികടന്നുകൊണ്ട് നമ്മൾ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യുകയും അതിൻ്റെ ഭാഗമായി നമ്മൾ ഒരു സംവിധാനം ഒരുക്കുകയും ഒരു സ്പേസ് എടുക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഏകദേശ ഘട്ടങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. മീൻസ് അതിൻ്റെ പാർട്ടീഷൻ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുവരെയുള്ള പ്രോഗ്രസ് ഞാൻ ജസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കാം. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം അറിയിക്കാനാണ്, ഒരു അറിയിപ്പ് നടത്താനാണ്, അല്ലെങ്കിൽ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ്. മുർത്തദ് സെന്ററിന്റെ പ്രവർത്തനങ്ങളുടെ തുടക്കം, പ്രാരംഭഘട്ടം എന്ന നിലയിൽ ഈ വരുന്ന ജൂൺ 21-ന് നമ്മൾ അതിൻ്റെ സോഫ്റ്റ് ലോഞ്ച് ആരംഭിക്കുകയാണ്. അതിൻ്റെ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, മറ്റു സോഷ്യൽ മീഡിയ ഐഡികൾ അല്ലെങ്കിൽ അതിൻ്റെ പേജുകൾ അത് പബ്ലിഷ് ചെയ്യും. അതേപോലെ തന്നെ അതിൻ്റെയൊക്കെ ഒരുക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മുർത്തദ് സെന്ററിന് വേണ്ടി, അല്ലെങ്കിൽ ഈ മുർത്തദ് എന്ന് പറയുന്ന നമ്മുടെ ഈ ബ്രാൻഡിന് വേണ്ടി ഒരു ലോഗോ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ അനിമേഷൻ ചെറിയ പരിപാടികൾ കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും ലോഗോ പ്രകാശനം, അതേപോലെ തന്നെ ഇതിൻ്റെ സോഫ്റ്റ് ലോഞ്ച്, ഓൺലൈൻ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ എന്നിത്യാദി കലാപരിപാടികളുടെയൊക്കെ ഉദ്ഘാടനം അല്ലെങ്കിൽ ലോഞ്ചാണ് നമ്മൾ ആ ദിവസം പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഇനി നമുക്ക് മുന്നിലോട്ട് ആകെ 10 ദിവസം ആണ് കഷ്ടിച്ചുള്ളത്, 9 ദിവസമേ ഉള്ളൂ. ആ സമയം കൊണ്ട് കുറച്ചധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അന്ന് വളരെ പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ഘട്ട പരിപാടികൾ അന്ന് അനൗൺസ് ചെയ്യും. അതായത് മുർത്തദ് സെന്ററിൻ്റെ ഇനാഗുറേഷൻ ഒരു അത്യാവശ്യം തരക്കേടില്ലാത്തൊരു നല്ല പരിപാടിയായിട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതും ആ ദിവസം അന്ന് അനൗൺസ് ചെയ്യും. അതായത് വരുന്ന 21-ാം തീയതി അനൗൺസ് ചെയ്യും. അതുകൂടാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് 21-ന് നമ്മൾ മറ്റൊരു സംഭവം കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പ്രഖ്യാപനവും പരമാവധി 21-നോ അല്ലെങ്കിൽ അതിനിടയിൽ ഒരു ദിവസം ഒരു അപ്ഡേഷൻ, ഇടയ്ക്കൊരു അപ്ഡേഷൻ എന്ന രീതിയിൽ അതുകൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ ലൈവിൻ്റെ ഉദ്ദേശം. മുർത്തദ് സെന്റർ നമ്മൾ തുടങ്ങും എന്ന് പറഞ്ഞാൽ തുടങ്ങിയിരിക്കും. ഇത് കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞ പോലത്തെ വരവല്ല. മുർത്തദ് സെന്റർ കേരളത്തിൽ പ്രവർത്തനം തുടങ്ങും. മുർത്തദ് സെന്ററിന് മുന്നോട്ട് ഒരുപാട് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളുണ്ട്. കേവലമായ ഈ വാചാടോപ കസർത്തുകൾക്കപ്പുറത്തേക്ക് സമൂഹത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന, മനുഷ്യരുടെ ജീവിതത്തിൽ
മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമായിട്ടുള്ള ചില പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് മുർത്തദ് സെന്ററുമായി ബന്ധപ്പെട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ കേവലമായിട്ടുള്ള വീഡിയോ പ്രസന്റേഷനുകൾക്ക് അപ്പുറത്തേക്ക് ചെയ്യുന്ന വീഡിയോകൾ പോലും അതിനൊരു അടുക്കും ചിട്ടയും കൃത്യമായിട്ടുള്ള രീതിയും കൃത്യമായിട്ടുള്ള കാറ്റഗറി തിരിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള എക്സ്പ്ലെയിനർ വീഡിയോകൾ ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. യൂട്യൂബ് ചാനലിൽ അത്തരം വളരെ കൃത്യമായ വ്യവസ്ഥാപിതമായിട്ടുള്ള ചില സംവിധാനങ്ങൾ ആലോചിക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന വിമർശനങ്ങൾ അതിനെ രേഖാമൂലം അതിൻ്റെ ഡിജിറ്റൽ ഫോർമാറ്റിൽ എഴുത്തുകളായിട്ടും വെബ്സൈറ്റിൽ പോസ്റ്റുകളായിട്ടും മറ്റു കാര്യങ്ങൾ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ചില എന്താ പറയുക റെഫറൻസസ് പരിശോധിക്കാനുള്ള സംവിധാനം ഘട്ടം ഘട്ടമായിട്ട് ഇതെല്ലാം ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. വെബ്സൈറ്റിൽ അതിൻ്റെ ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഡി ദഅവ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ഇപ്പോൾ നടക്കുന്നുണ്ട്. കേവലമായിട്ട് മതത്തിന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കുകയും ദഅവക്കാരെ കുറിച്ച് നമ്മളിങ്ങനെ എന്തെങ്കിലും പറഞ്ഞു നടക്കുകയും ചെയ്യുന്നതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് ദഅവ സംഘം കേരളത്തിൽ പ്രവർത്തിക്കുന്നത്, അവരുടെ മോഡസ് ഓപ്പറാൻഡി എന്താണ്, അതുമായി ബന്ധപ്പെട്ട് അതിനകപ്പെട്ടു പോകുന്ന മനുഷ്യരെ നമുക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് മറികടക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തനത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ പറ്റുക എന്ന് തുടങ്ങിയിട്ടുള്ള ചില സീരിയസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളും കൂടി അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ദഅവ പരിപാടികൾ നടക്കുന്നുണ്ട്. പല ആളുകൾക്കും നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് പെട്ടുപോകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരുപാട് ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കാരണമായിട്ട് പലപ്പോഴും വിമർശനങ്ങളും വീഡിയോകൾക്ക് അപ്പുറത്തേക്ക് വ്യക്തിപരമായിട്ട് തന്നെ അത്തരം സംശയങ്ങളുള്ള ആളുകളായിട്ട് സംവദിക്കുന്നുണ്ട്, അവരുടെ കുടുംബാംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കേവലമായിട്ട് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി വലിയ കലാപം ഉണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക നമ്മളൊരു പ്രതിവിധി മുൻനിർത്തിയിട്ടുള്ള സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൻ്റെ പ്രവർത്തനങ്ങളും ഒരു ഭാഗത്ത് നടക്കും. പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് പുസ്തകങ്ങൾ നമ്മൾ വ്യക്തിപരമായിട്ടുള്ള പുസ്തകങ്ങൾക്ക് അപ്പുറത്തേക്ക് മറ്റു വ്യക്തികളുടെ പുസ്തകങ്ങളും അതേപോലെ തന്നെ വിവർത്തനങ്ങളും ഏതെങ്കിലും ഒരു പുസ്തകം വിശ്വാസികൾക്കിടയിൽ ഇപ്പോൾ പ്രചാരത്തിലുണ്ടെങ്കിൽ നല്ലതാണെന്ന് തോന്നുന്ന പുസ്തകങ്ങൾ അത് നമുക്ക് മലയാളത്തിലേക്കോ ഇംഗ്ലീഷിലൊക്കെ ഓൾമോസ്റ്റ് എല്ലാ പുസ്തകങ്ങളും ഉണ്ട്. മലയാളത്തിലേക്ക് പുസ്തകങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മുർത്തദ് സെന്റർ കേരളത്തിൽ വരും. മുർത്തദ് സെന്റർ അതിന് ഒരുപാട് അതിൻ്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സാങ്കത്യം വേറെയുണ്ട്. അതുകൊണ്ട് മുർത്തദ് സെന്റർ വരും. ദ മുർത്തദ് എന്ന ടൈറ്റിലിൽ ഞാനിവിടെ ഉണ്ടാകും. മുർത്തദ് സെന്റർ ആയിട്ട് നിലനിൽക്കും. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും പരിപാടികളും ആസൂത്രണം ചെയ്യും. ഇതിന്റെ ഭാഗമായിട്ട് മുർത്തദ് സെന്ററിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഇനാഗുറേഷൻ അതൊരു ഓഫ്ലൈൻ പരിപാടി കുറച്ച് ഗ്രാൻഡ് ആയിട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അതേ സമയത്ത് നമ്മളെ നിലവിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി ചില എന്താ പറയുക ചില പ്രിക്വേഷൻസ് എടുത്തുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പതിയെ അത് അതിൻ്റെ പൂർണ്ണ സജ്ജമായ അവസ്ഥയിലേക്ക് എത്തും. അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ വർക്കുകൾ അതിൻ്റെ സ്ട്രക്ചറൽ വർക്കുകളൊക്കെ ഏകദേശം ഈ ആഴ്ചയോടുകൂടി തന്നെ തീരും. അതായത് നമ്മൾ ഈ സോഫ്റ്റ് ലോഞ്ചിന് മുൻപ് തന്നെ അത്യാവശ്യം അതിൻ്റെ എന്താ പറയുക പാർട്ടീഷൻ പരിപാടികൾ, സീലിംഗ്, ഇലക്ട്രിക്കൽ വർക്കുകൾ അങ്ങനത്തെ പരിപാടികളൊക്കെ തീരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസൈനിങ്ങും ബാക്കി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും എക്കോസ്റ്റിക്കും ലൈറ്റിങ്ങും അതേപോലെ അതിൻ്റെ സ്റ്റുഡിയോയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും പ്രധാനമായിട്ട് ഇതിനകത്തൊരു സ്റ്റുഡിയോയും അതിൻ്റെ ഒരു എഡിറ്റിംഗ് സ്യൂട്ടും ആണ് തൽക്കാലം ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത്. മറ്റു സംവിധാനങ്ങൾക്ക് മറ്റു കാര്യങ്ങൾക്കൊക്കെ മറ്റു സംവിധാനങ്ങൾ നമ്മൾ അപ്പോൾ അറേഞ്ച് ചെയ്യാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വേൾഡ് കപ്പിൻ്റെ തിരക്കിലാണെന്ന് അറിയാം. വേൾഡ് കപ്പിൻ്റെ ഈ തിരക്കിനിടയിൽ ഇത് ഒന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ ലൈവ്. അതും ഒരുപാട് വൈകി. അപ്പോൾ ഇത്രയും കാലം നമ്മളുടെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളൊക്കെ കൂടെ നിന്നതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് ഇനിയും ഈ പ്രവർത്തനത്തിൽ ഇതൊരു ഒറ്റയാൾ പട്ടയാളമായിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. അതിനെ മറികടക്കാനുള്ള ചില സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കണം. അപ്പോൾ ഓരോ കാര്യത്തിലും അതിൽ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെ നമ്മളുടെ കൂടെ ഉൾപ്പെടുത്തേണ്ടി വരും. വ്യത്യസ്തമായിട്ടുള്ള വൈവിധ്യമായിട്ടുള്ള പരിപാടികളൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. എന്തായാലും ആദ്യം ഇതിൻ്റെ ഇനാഗുറേഷൻ, അതിൻ്റെ പേര്, ഇതിൻ്റെ ഒന്ന് സമൂഹത്തിന് മുമ്പിലേക്ക് എടുത്തു വെക്കുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജായിട്ട് വരാനുള്ളത്. അപ്പോൾ എല്ലാവരും കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവണം. നിങ്ങളെല്ലാവരും ഇല്ലേ, എല്ലാവരും ഫുട്ബോളിൻ്റെ ആരവത്തിലേക്ക് മയങ്ങി വീണോ ഇപ്പം തന്നെ, അതോ എല്ലാവരും ഉറക്കത്തിലാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇത് പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. മുർത്തദ് സെന്റർ യാഥാർത്ഥ്യമാവുന്നു. മുർത്തദ് സെന്ററിൻ്റെ സോഫ്റ്റ് ലോഞ്ച്, അതിൻ്റെ ലോഗോ പ്രകാശനം, അതിൻ്റെ യൂട്യൂബ്, അതേപോലെ തന്നെ ഈ ചാനലുകളുടെയൊക്കെ ജസ്റ്റ് അതിൻ്റെ ലോഞ്ച്, അതൊക്കെ ആ ലോഗോയൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് എല്ലാം സെറ്റാക്കി നിങ്ങളുടെ മുമ്പിലേക്ക് തരും. അടുത്ത ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ 21 ജൂൺ 21 നമ്മൾ ഇതിൻ്റെ ഒഫീഷ്യൽ ഇനാഗുറേഷൻ എന്നാണെന്നുള്ള ഡേറ്റ് പ്രഖ്യാപിക്കും. ആ ഡേറ്റുമായി ബന്ധപ്പെട്ട് ആ പ്രോഗ്രാം രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പരിപാടികൾ, അതിൻ്റെ രജിസ്ട്രേഷൻ നമ്മൾ അന്ന് ആരംഭിക്കും.
അതിൻ്റെയും ഈ ജൂൺ 24-ൻ്റെയും പ്രോഗ്രാം ഡേറ്റിനെയും ഇടയിൽ വെച്ച് അതിന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് അല്ലെങ്കിൽ മറ്റൊരു പ്രഖ്യാപനം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് നടത്താൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. അതിനിടയിൽ തന്നെ, അതായത് ഒഫീഷ്യൽ ഇനാഗുറേഷൻ ഗ്രാൻഡായിട്ട് നടത്തുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം നമ്മൾ ഒരു മൂത്ത മുർത്തദ്വായിട്ട് ബന്ധപ്പെടുത്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഗ്രാൻഡ് ഇനാഗുറേഷൻ വരുന്നതിന് മുൻപ് തന്നെ ചെറിയ രീതിയിലുള്ള അതിൻ്റെ പ്രചാരണ പരിപാടികൾ, മുർത്തദ് സെൻറ്ററുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കും, എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളടക്കങ്ങൾ എന്നതിൻ്റെയൊക്കെ ആകത്തുക നമ്മൾ ജനറലായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ള പണികൾ ചെയ്യും. അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കും. വീഡിയോ എഡിറ്റിംഗ് ചെയ്യാനുള്ള ആളുകൾ, ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യുന്ന ആളുകൾ, അതേപോലെ തന്നെ വെബ്സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സംവിധാനം, ഇങ്ങനെ തുടങ്ങി അതിനനുബന്ധമായിട്ട് നമ്മുടെ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഓരോ ഭാഗത്ത് വേണ്ട എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളെ അവിടെ നമ്മൾ ഹയർ ചെയ്യാം എന്നാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടെ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് കൃത്യമായിട്ട് കോലാഹലങ്ങളും കശാപിശ ഒന്നുമില്ലാതെ സ്വതന്ത്രം ആയിട്ട് നമ്മുടെ ഐഡിയ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ടാണ് ആ രീതിയിലുള്ള പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. വളണ്ടറി ആയിട്ട് ചെയ്തു തരാൻ ഇഷ്ടം പോലെ ആളുകൾ തയ്യാറായി വരാം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും, ഇപ്പം ഡിസൈനിങ് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്, റൈറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, കണ്ടന്റ് ക്രിയേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഒരുപാട് ആളുകൾ ഒരുപാട് തരത്തിലുള്ള ഹെൽപ്പ് ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്, ഓഫറുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എല്ലാവരോടുള്ള സ്നേഹം, നന്ദി അറിയിക്കുന്നു. പക്ഷെ നമ്മൾ ഇതിൻ്റെ പ്രവർത്തനം, ഇതിൻ്റെ വോളണ്ടറി ആയിട്ടുള്ള ഇത്തരം ആക്ടിവിറ്റികളെ ആശ്രയിക്കാതെ പ്രൊഫഷണൽ ആയിട്ടുള്ള ടീമിനെ വെച്ച് ഈ പ്രവർത്തനം നമ്മൾ എങ്ങനെയാണോ ഒരു പ്രൊജക്റ്റ് മുന്നിൽ കാണുന്നത് അതിനെ സ്മൂത്ത് ആയിട്ടുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മുന്നോട്ട് പോക്കിന് അതൊരു ബിസിനസ് മോഡൽ പോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മീൻസ് ഒരു സ്ഥാപനം പോലെ പ്രവർത്തിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു കൺസെപ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് ആലോചിച്ച് അങ്ങനെ കുറേ ആൾക്കാർ കൂടിയിരുന്ന് ആലോചിച്ചിട്ട് ഒരു ടൈറ്റിൽ ഉണ്ടാക്കാനോ, കുറേ ആളുകൾ കൂടിയിരുന്ന് ആലോചിച്ചിട്ട് ഒരു തംബ്നെയിൽ ഡിസൈൻ ചെയ്യാനോ, അതേപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ് ഒരുപാട് ആളുകൾ മുഷാവറ കൂടിയിട്ട് തീരുമാനം എടുക്കാനോ, ഒരു സബ്ജക്റ്റിൽ നമ്മൾ എടുക്കുന്ന നിലപാട്, ഇപ്പോൾ ഞാൻ ഒരു വിശകലനം നടത്തും, ആ വിശകലനം നമുക്ക് കൂടിയിരുന്ന് ആലോചിച്ച് ഭൂരിപക്ഷ അഭിപ്രായത്തിൽ എടുക്കാനൊന്നും പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു രീതി, ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു ഐഡിയ, അത് നിങ്ങളുടെ മുമ്പിലേക്ക്, ജനങ്ങളുടെ മുമ്പിലേക്ക് വളരെ ശക്തമായ രീതിയിൽ പ്രസന്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി എനിക്ക് നിയന്ത്രിക്കാവുന്ന തരത്തിലുള്ള ആളുകളെ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ഒരു ടീമായിട്ട് മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നത്. അത് സ്ട്രിക്റ്റ് ആയിട്ടും നമ്മൾ പെയ്ഡ് ജോബായിട്ട് ആളുകളെ നിയമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം, പരിമിതി ഉണ്ടെന്ന് എനിക്കറിയാം. ഈ വോളണ്ടറി ആയിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ നമുക്ക് കുറേ ഫിനാൻഷ്യൽ ബേർഡൻ കുറയും. അതേപോലെ തന്നെ കുറച്ച് ആളുകൾ അധികം എക്സ്പേർട്ട്, മീൻസ് കുറേ അധികം ആളുകളുടെ സപ്പോർട്ട് കിട്ടും. നമ്മൾ ജോബ് ആളുകളെ റിക്രൂട്ട് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ആളുകളെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അതിൻ്റേതായിട്ടുള്ള, ഇപ്പോൾ ഒരു എഡിറ്റർ ഞാൻ ഓൾറെഡി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. ഗ്രാഫിക് ഡിസൈനിങ്, ഇപ്പം നിങ്ങളിപ്പോൾ കാണുന്ന ഈ തംബ്നെയിൽ ഉൾപ്പെടെ നമ്മൾ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്, ആൾ നന്നായിട്ട് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഓരോ ആളുകളും അവരവരുടെ മേഖലയിൽ പറ്റുന്ന രീതിയിൽ ഈ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആണ് ചെയ്യുന്നത്. അതല്ലാതെ നമുക്ക് ഓരോ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അതിൻ്റെ ഡിസ്കഷൻസും വെച്ചുകൊണ്ട് നമുക്കൊരു പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് വ്യക്തിഗതമായ ഒരു സ്ഥാപനം എന്ന രീതിയിൽ ഇതിനെ ഒന്ന് ചിട്ടപ്പെടുത്താനും ഇതിനെ ഒരു ഫ്രെയിം വർക്കിലേക്ക് കൊണ്ടുവരാനും തീരുമാനിച്ചിട്ടുള്ളത്. പണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ കാലത്തത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഈ സാമൂഹ്യ, ഇപ്പോൾ ഒരു ഗ്രന്ഥം വായിച്ച് അതിൻ്റെ വിശകലനമോ അതല്ലെങ്കിൽ ഒരു വിമർശനാത്മകമായിട്ടൊരു കാര്യത്തെ സമീപിക്കുകയോ ചെയ്യുന്ന കേസിൽ നമുക്ക് ഭൂരിപക്ഷ അഭിപ്രായം നോക്കി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഖുർആൻ വചനത്തെക്കുറിച്ചുള്ള എൻ്റെ വിമർശനാത്മകമായിട്ടുള്ള വായന, എൻ്റെ ചിന്ത, എൻ്റെ ബോധ്യങ്ങൾ, ഇത് നമുക്ക് ആളുകളോട് എല്ലാവരോടും ഡിസ്കസ് ചെയ്ത് നമ്മൾ മീറ്റിംഗ് കൂടി ജനാധിപത്യ രീതിയിൽ വോട്ടെടുപ്പ് നടത്തിയിട്ട് എൻ്റെ ഈ വ്യൂ ആണോ ശരി അല്ലേ എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. കാരണം ഇത് അക്കാദമികമായിട്ടുള്ളതോ അല്ലെങ്കിൽ ചിന്താപരമായിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് അതിന് അതിൻ്റേതായിട്ടുള്ള ആ ഒരു എന്താ പറയുക, എക്സ്ക്ലൂസിവിറ്റി വേണം എന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. അതാണ് എൻ്റെ ഐഡിയ. നമ്മൾ കുറേ ആളുകൾ കൂടിയിരുന്ന് അതുകൊണ്ട് തന്നെ ഇതൊരു മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടന ആയിരിക്കില്ല. മുർത്തദ് സെന്റർ എന്ന് പറയുന്ന സമയത്ത് മുർത്തദാണ് എന്നതിൻ്റെ പേരിൽ ആർക്കും എപ്പോഴും എങ്ങനെ വന്ന് കയറാവുന്ന ഒരു സ്ഥലമായിരിക്കില്ല. അതൊക്കെ ഞാൻ ആദ്യമേ പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനത്തെ തെറ്റിദ്ധാരണകളൊന്നും വരരുത് എന്നുള്ളതാണ്. ഒരിക്കൽ ഞാൻ ഒരു ചൂടുവെള്ളത്തിൽ വീണതാണ്. അതുകൊണ്ട് ഇനി അങ്ങനെ കളയാൻ നമുക്ക് സമയമില്ല. അങ്ങനെ കളയാനോ അങ്ങനെ ഫൈറ്റ് അടിക്കാനോ അതിനൊന്നും സമയമില്ല. നമുക്ക് ഇനി കുറച്ച് സമയമേ ഉള്ളൂ. ആ സമയം കൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനും എന്ന ആഗ്രഹമുണ്ട്. എനിക്ക് ഇപ്പോൾ 42 ആയി. അപ്പോൾ ഒരു 4, 5, 6, 8 വർഷം കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ഈ സമൂഹത്തിലേക്ക്
ചെയ്യാനും അത് ഇനി മുന്നോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഈ സമൂഹത്തിൽ നമ്മളില്ലാണ്ടായാലും ഈ വർക്കുകൾ ഇവിടെ നിലനിൽക്കുന്ന രീതിയിൽ നിലനിർത്താനുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു പുസ്തകം എഴുതാൻ നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ആ പുസ്തകം നമുക്ക് ഓരോ വാക്കും ഓരോ വാചകവും നമുക്ക് ടീമായിരുന്ന് ആലോചിച്ചിട്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ വളണ്ടറി ആയിട്ട് ചെയ്യുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അല്ലെങ്കിൽ അതിന്റെ ഒരു ന്യൂനതയായിട്ട് വരും എന്നുള്ളത് കൊണ്ടാണ് അത് ഒഴിവാക്കുന്നത്. അതല്ലാതെ നമുക്ക് അഹങ്കാരം ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ പൈസ ദൂർത്തടിക്കാനോ വേണ്ടിയിട്ടല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ ഈ സ്ഥാപനം അതിൻ്റെതായ ഒരു രീതിയിൽ ആ ഡയറക്ഷനിൽ ഞാൻ ഉദ്ദേശിക്കുന്ന മേഖലയിൽ ആ ഡയറക്ഷനിൽ കൃത്യമായ ആ ഒരു പേസിൽ മുന്നോട്ട് പോകണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഉണ്ടാവുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളെ മറികടക്കാൻ 1-2 ആളുകൾ ഇപ്പൊ ഈ മുർത്തദ് സെന്ററിന്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഒരു 4-5 ആളുകൾ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചില ആളുകൾ കടമായിട്ടൊക്കെ കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് 1-2 മാസം 2-3 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കാവുന്ന രീതിയിൽ കുറച്ച് പൈസയൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്യാനുണ്ട്. തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ റവന്യൂ ഒക്കെ നമ്മൾ അതിന്റെ ഒരു പോർഷൻ അതിലേക്ക് മാറ്റി വെക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു എടുത്തുചാട്ടത്തിലേക്ക് ഞാൻ മുതിരുന്നത്. എന്തായാലും അത് നമ്മൾ മുന്നോട്ട് വെച്ച കാലാണ്, അത് പിന്നോട്ടെടുക്കുന്ന പ്രശ്നമല്ല. നമുക്കറിയാം ഇത് നാളെ സ്വർഗത്തിൽ വലിയ വീട് കിട്ടും, അവിടെ വലിയ കൊട്ടാരം പോലത്തെ വീട് കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഇവിടെ നമുക്ക് പരലോകം കാക്ഷിച്ചുകൊണ്ട് പണം പിരിക്കാനോ അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ നമ്മൾ ഇതിനു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനോ ഒന്നും ആളുകളെ പ്രലോഭിപ്പിക്കാനോ ഒന്നും നമ്മുടെ കയ്യിലില്ല. വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു പ്രവർത്തനവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രവർത്തനം ഈ നാട്ടിൽ നടക്കേണ്ടതാണെന്നും ഇത് ആളുകൾക്കിടയിൽ ആവശ്യമുള്ളതാണെന്നും ഈ പ്രവർത്തനം എന്നോ തുടങ്ങേണ്ടതായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നവർ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പൊ നമുക്ക് അത് നേരിട്ട് ഇറങ്ങി ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ, ഈ ഒരു കോസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള ആളുകൾ പറ്റാവുന്ന രീതിയിൽ സഹകരിച്ചാൽ കുറച്ച് കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകും. അതല്ലെങ്കിൽ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടായാലും ഞെരുങ്ങിയാണെങ്കിലും ഞാൻ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ മുർത്തദ് സെന്റർ എന്ന് പറയുന്നത് കുറച്ചുകൂടി അതിന്റെ ഒരു ഗ്രാവിറ്റി എന്താണ് എന്ന് ഇതിന്റെ പ്രവർത്തനം തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. എന്താണ് മുർത്തദ്, എങ്ങനെ മുർത്തദ്, എന്തുകൊണ്ട് മുർത്തദ് സെന്റർ എന്നൊക്കെയുള്ള വിശദാംശങ്ങൾ നമുക്ക് ഇനാഗുറേഷന്റെ സമയത്ത് വിശദമായിട്ട് അതുമായി ബന്ധപ്പെട്ട് അവഗാഹമുള്ള ആളുകളിൽ നിന്ന് തന്നെ കേൾക്കാനുള്ള അവസരമൊക്കെ നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിൽ തന്നെ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇത് ഒരു അത്യാവശ്യം ആളുകളിലേക്ക് പെട്ടെന്ന് കാര്യങ്ങൾ എത്തിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് മാറണം. മാത്രമല്ല മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഈ ചെറിയ ക്ഷുദ്രജീവികളെ മാറ്റിവെച്ചാൽ ബഡാ ബായിമാരെയൊക്കെ രംഗത്തിറക്കിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ആശയ സംവാദത്തിന്റെ തലം കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ തുറക്കാൻ മുർത്തദ് സെന്ററിലൂടെ കഴിയും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന കാര്യം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യം കൂടിയും ഇതിന്റെ പിന്നിലുണ്ട് എന്ന് മാത്രം സാന്ദർഭികമായിട്ട് പറയണം. എല്ലാവരും വേൾഡ് കപ്പിന്റെ ആരവങ്ങളിലേക്ക് കാത്തിരിക്കുകയായിരിക്കും. അപ്പൊ എല്ലാവരും ആ ഒരുക്കത്തിലായിരിക്കും. എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും പറയാനാണ് ഞാൻ വന്നത്. മുർത്തദ് സെന്റർ യാഥാർത്ഥ്യമാവുകയാണ്. ജൂൺ 21 അതിന്റെ ലോഗോ പ്രകാശനവും സോഫ്റ്റ് ലോഞ്ച് നടക്കും. അന്ന് നമ്മൾ ഇതിന്റെ ഗ്രാൻഡ് ഇനാഗുറേഷന്റെ തീയതി പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടിയുള്ള രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കുകയും ചെയ്യും. അതിനിടയിൽ ആ ഡേറ്റിനിടയിൽ മറ്റൊരു അപ്ഡേഷൻ കൂടി തരാനുണ്ടാവും, പ്രോഗ്രാമിന്റെ അപ്ഡേഷൻ. അതേപോലെ തന്നെ അതിനിടയിൽ മറ്റൊരു പ്രഖ്യാപനം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അസാധ്യമായാൽ ഞാൻ അതിന് കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെക്കൊണ്ട് സാധിച്ചാൽ എന്നെക്കൊണ്ട് അത് കഴിയും എന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗ്രാൻഡ് ഇനാഗുറേഷന് മുൻപ് മറ്റൊരു അനൗൺസ്മെന്റ് തീർച്ചയായിട്ടും അതും ഉണ്ടാകും എന്നുകൂടിയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക്, പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായ ആളുകളും വിട്ടുപോയ ആൾക്കാരൊക്കെ ഉണ്ട്, അവരോടൊക്കെയുള്ള സ്നേഹം, നന്ദി ഓർക്കുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ എന്നും ഒരേ രീതിയിൽ, ഒരേ മാർഗത്തിൽ, ഒരേ ലക്ഷ്യത്തിൽ, ഒരേ ശൈലിയിൽ മുന്നോട്ട് പോകുന്ന ആളാണ്. അപ്പോൾ തെറ്റിദ്ധരിച്ചൊക്കെ വന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് എൻ്റെ ഉത്തരവാദിത്തമല്ല. അതേ സമയത്ത് എന്നെ സംബന്ധിച്ച് ഞാൻ അതേ പേസിൽ തന്നെയാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അതേ മെത്തേഡിൽ, അതേ ടോണിൽ മുന്നോട്ട് കൊണ്ടുപോകണം. എൻ്റെ ലക്ഷ്യം സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം, സംവാദാത്മകമായിട്ടുള്ള ഒരു പ്രതലം ഒരുങ്ങണം, സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ ഏതു വലിയ കൊടിയ അഭിപ്രായ വ്യത്യാസങ്ങൾ സംസാരിക്കാൻ, പ്രത്യേകിച്ച് മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് സാധിക്കണം എന്നതൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് മനുഷ്യരെ ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുള്ളതല്ല, ഏതെങ്കിലും ആളുകളോടുള്ള വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തിയിട്ടുള്ളതല്ല. സമാധാനത്തോടുകൂടി സൗമ്യമായി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണം, സംവദിക്കാനുള്ള കാര്യങ്ങൾ സംവദിക്കണം, സംവാദങ്ങൾ നടക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഈ പ്രവർത്തനത്തിൽ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും സ്നേഹത്തോടെയും നന്ദിയോടെയും സ്മരിക്കുന്നു. മുന്നോട്ട് ഉള്ള പ്രവർത്തനങ്ങളിൽ ഈ പറയപ്പെടുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളിലൊക്കെ പൂർണ്ണമായിട്ടുള്ള ബോധ്യമുള്ള ആളുകളുടെ പിന്തുണ കാക്ഷിക്കുന്നു. നമുക്ക്
ശക്തമായിട്ട് മുന്നോട്ട് പോകാം. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ജൂൺ 14 മുർത്തദ് സെൻറ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജൂൺ 21 നമുക്ക് ബാക്കി സോഫ്റ്റ് ലോഞ്ചിൻ്റെ സമയത്ത് ബാക്കി കാര്യങ്ങൾ വിശദമായിട്ട് പറയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്.